എൻ്റെ പൂച്ചക്കുട്ടിക്ക് ഒട്ടും വയ്യ. പിന്നെ അത് ഫുഡൊന്നും എടുക്കണില്ല. എങ്ങനെയൊക്കെ ഭക്ഷണം കൊടുക്കും. പിന്നെ അതിൻ്റെ കണ്ണിന്ന് ഇങ്ങനെ നീരൊക്കെ വരും. ആകെ സാധുവായി പാവം ആകെ വയ്യാണ്ടായി. എനിക്ക് സത്യത്തിൽ സങ്കടമായി. എൻ്റെ പൂച്ചക്കുട്ടി ഫുഡ് എടുക്കുന്നില്ല കണ്ടപ്പോൾ മനസ്സിനെന്തോ. അപ്പം പിന്നെ നേരെ ഞാൻ പറഞ്ഞിപ്പാണ് ഇപ്പം നമ്മുടെ പൂച്ചക്കുട്ടിനെ ഡോക്ടർക്ക് കൊണ്ട് അങ്ങനെ പോയതാണ് കാണുന്നത്. അവിടെ പിന്നെ ഡോക്ടറില്ല. ശനിയാഴ്ച വന്നോണ്ടാ വരുന്നത്. ഒക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. ഞാൻ എന്താണെന്നറിയാം അത് എടുക്കുക. ഓരെന്താ വിചാരിക്കുക. അങ്ങനെ എൻ്റെ പൂച്ചക്കുട്ടി മൂഡ് ഓഫ് ആയിരിക്കുക കേട്ടോ ഗൈസ്. എന്നോട് തെറ്റി. കാരണം ഞാൻ കൊണ്ടുപോയില്ലേ ഓളോട് പറയാണ്ട്. ഓൾക്കതൊട്ടും പറ്റിയില്ല. എന്നോട് നല്ല പിണക്കം. ഓളെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയത് ഓൾക്ക് പറ്റണില്ല. ഓള് പിന്നെ കളിയായി ചിരിയായി. പിന്നെ പൂച്ചക്കുട്ടിനെ എങ്ങനെയൊക്കെ ഞാൻ കൂട്ടാക്കി. ഓളെ പിണക്കങ്ങളല്ല ഞാൻ മാറ്റിക്കൊടുത്തു. പിന്നെ ഓളെ മുറ്റത്ത് കളിപ്പിച്ചിട്ട് ഞാനാണ് ഓളെ മൂഡ് ഓഫ് കളഞ്ഞു. അങ്ങനെയൊക്കെ ഇപ്പോഴാ സമാധാനമായേ. ഇങ്ങനെ ഞാൻ ക്യൂട്ട് എക്സ്പ്രഷൻ ഇട്ട് വാരി വിതറാണ് ഗൈസ്. നിങ്ങളിപ്പോൾ കാണുന്നത് അതാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്ത് ഇവളെ കാര്യം. നിങ്ങളെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ മയിലോളുണ്ട് ഗൈസ്. എൻ്റെ വീട്ടിലൊക്കെ മയിലോള് എന്നും വരുന്നത് പറഞ്ഞ നാളൊരു ദിവസം നടന്നാട്ടോ ഗൈസ്. ഒരു ഉമ്മ ഉണ്ടാവും മയില്. ഒരു പിന്നാലെ കുട്ടികള് 5-6 ഉമ്മയുടെ പിന്നാലെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇവരെ കാട്ടിൽ കാണാൻ നല്ല രസമാണ്. എൻ്റെ പൂച്ചക്കുട്ടി ഗൈസ് അത് നോക്കിയിരിക്കായിരുന്നു. എന്താ ഇപ്പം നടക്കണേ ആ ഒരു ലെവലിൽ. പുല്ലുമ്മ കളിക്കാതിരിക്കാൻ വയ്യ. അങ്ങനെ ഓളും ക്യൂട്ട് എക്സ്പ്രഷനും വാരി വിതറി നടക്കണം. ഓളല്ല ഗൈസ് ഓനാണ്. ഓനെ കാണാൻ നല്ല ക്യൂട്ടല്ലേ ഗൈസ്. നിങ്ങൾ പറയും ഓൻ ക്യൂട്ടാണല്ലേ. അങ്ങനെ ഓന് നല്ല വികൃതിയല്ലോ. എൻ്റെ കാലുമ്മ കടിച്ചിട്ടൊക്കെ ഓടലും ചാടലും കടിക്കലും ഇതേ തന്നെയാണ് പരിപാടി. എന്നും ഓന് അങ്ങനെ ഓടും. ഞാൻ അപ്പം തന്നെ വേഗം പിടിക്കും. അങ്ങനെയൊക്കെയാണ്. നല്ല രസമാണിത്. എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഓനാണ് എൻ്റെ പിന്നാലെ പിന്നെ കളിക്കാൻ വരല്. നിങ്ങളെ വീട്ടിലും മയിലുകൾ ഇങ്ങനെ വരാറുണ്ടോ? ഒന്ന് കമൻറ്റ് പറയട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഓളെല്ലാ കാട്ടിൻ്റെ ഉള്ളിലും ഒളിച്ചിരിക്കും. അതിരിക്കാൻ എന്നാൽ ഞാൻ പിടിക്കില്ലോ. ഞാനേതാ ആള്. ഓളിന്നെ മാന്ത ഞാൻ പിടിച്ചേന് നോക്കോള്. ഞാൻ ഓളോട് കുറേ പറഞ്ഞു പാടി ഇറങ്ങടി അത് പറ്റൻ്റെ ഓൾക്ക്. ഓൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവണില്ല. അതൊന്നാമത്തെ പറ്റും. ഓളെ കളിയൊക്കെ കണക്ക് നല്ല ഇഷ്ടം കേട്ടോ. കേൾക്കാൻ്റെ ഒക്കെ തരും കേട്ടോ ഗൈസ്. പിന്നെ ഗൈസ് എല്ലാവരും എന്നെ കൂട്ടാക്കണം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഗിവ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ നെയ്മീറ്റ് ചലഞ്ച് ചോദിച്ചോണ്ട്. അപ്പം ഞാൻ അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ഗൈസ് വേറൊരു കിടക്കച്ചി പൂച്ചനെ കണ്ട്. ആ പൂച്ചയുടെ പേരാണ് സുലൈമാൻ. സുലൈമാൻ മാനത്ത് നോക്കി ഇരിക്കുകയാണ്.